നമസ്കാരം. റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നിന്ന് ലയണൽ മെസ്സിയും ലൂയിസ് സുവാരസും ഒക്കെ പുറത്തായി. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ റെക്കോർഡ് ഭദ്രമായി. യെസ്, ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഏറ്റവും അധികം ഗോൾ ചരിത്രത്തിൽ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നേടിയ താരം അത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. 7 ഗോളുകൾ. ഇന്നത്തെ രൂപത്തിലുള്ള ക്ലബ്ബ് വേൾഡ് കപ്പ് അല്ലെങ്കിലും ഇതിനു മുമ്പും ക്ലബ്ബ് വേൾഡ് കപ്പ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ അദ്ദേഹം അടിച്ച ഗോളുകളാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും റയൽ മാഡ്രിഡിനും ഒക്കെ ആയിട്ട് 7 ഗോളുകൾ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ അദ്ദേഹം നേടിയിട്ടുണ്ട്. എന്നാൽ ലിയോ മെസ്സി ഒരു കിടിലൻ ഫ്രീ കിക്ക് ഗോൾ നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൽ കണ്ടു. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഗോൾ കോൺട്രിബ്യൂഷന് കഴിഞ്ഞില്ല. 6 ഗോളുകളുമായിട്ട് 2ാം സ്ഥാനത്ത്. ഇനിയിപ്പോൾ 4 വർഷത്തിലൊരിക്കലേ ക്ലബ്ബ് വേൾഡ് കപ്പ് ഉള്ളൂ എന്ന് പറയുമ്പോൾ CR7 റെക്കോർഡ് തൽക്കാലത്തേക്ക് ഇവിടെ ഭദ്രമാണ്. മെസ്സിക്ക് 6 ഗോളുകൾ, ലൂയിസ് സുവാരസിനും 6 ഗോളുകൾ. ഇനി ഒരു ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കാൻ 2029 അതുള്ളൂ. ഇവർക്ക് ബാല്യമുണ്ടോ എന്നതാണ് ചോദ്യം. കരീം ബെൻസിമക്ക് 6 ഗോളുകളുണ്ട്, ഗാരത്ത് ബെയിലിന് 6 ഗോളുകളുണ്ട്. അപ്പോൾ ബെയിൽ ഓൾറെഡി കളി നിർത്തി. ബെൻസിമ അൽ ഇത്തിഹാദിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്ലബ്ബ് വേൾഡ് കപ്പിന് യോഗ്യത നേടിയാലും 2029 അദ്ദേഹം കളിക്കുമോ എന്നതൊരു ചോദ്യമാണല്ലോ. സോ CR7 റെക്കോർഡ് ഓൾമോസ്റ്റ് ഭദ്രമാണ് എന്നർത്ഥം. പിന്നെ ഒരു ഭീഷണി ഉള്ളത് വിനി ജൂനിയറിൽ നിന്നാണ്. അദ്ദേഹത്തിന് 5 ഗോളുകളുണ്ട്. അതുപോലെ വാൽവർദെ 5 ഗോളുകളുണ്ട്. സലേം അൽ ദൗസാരി അദ്ദേഹത്തിന് 5 ഗോളുകളുണ്ടെങ്കിലും ക്ലബ്ബ് വേൾഡ് കപ്പിലെ ബാക്കി മത്സരങ്ങൾ അദ്ദേഹം കളിക്കില്ല എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ, പരിക്ക് കാരണം. പിന്നെ മോണ്ടറിയുടെ സെസാർ ഡെൽഗാഡോക്കും 5 ഗോളുകളുണ്ട്. അപ്പോൾ ഇതാണ് കണക്ക്. പിന്നെ പെലെ കൂടി ഈ കണക്കിലുണ്ട് എന്നതാണ് വിശാലമായ അർത്ഥത്തിൽ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക. അതായത് ഇന്നത്തെ രൂപത്തിലല്ലെങ്കിലും ക്ലബ്ബ് വേൾഡ് കപ്പ് എന്നുള്ള കൺസെപ്റ്റ് പഴയ കാലഘട്ടത്തിലേ ഉണ്ട്. അന്ന് യൂറോപ്പിലെ ചാമ്പ്യന്മാരും സൗത്ത് അമേരിക്കൻ ചാമ്പ്യന്മാരും തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ നടന്ന മത്സരങ്ങളിൽ 3 കളികളിൽ നിന്ന് 7 ഗോളുകൾ പെലെയുടെ പേരിലുമുണ്ട്. അതുകൊണ്ട് പെലെയും CR7 ഈ കണക്കിൽ റെക്കോർഡിൽ 1ാം സ്ഥാനത്തുള്ളത്. മെസ്സിക്കും സുവാരസിനും അത് മറികടക്കാനുള്ള സുവർണാവസരം ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഉണ്ടായിരുന്നെങ്കിലും അതിന് സാധിക്കാതെ അവരിതാ മടങ്ങിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.